കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെയും കൊല്ലം കിംസ് ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 9 ശനിയാഴ്ച രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അപ്പുക്കുട്ടൻപിള്ള ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സമുദ്രതീരത്തിൽ പുതിയ ആളല്ല. ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാനിവിടെ വരാറുണ്ട്. പിന്നെ ചില അത്യാവശ്യ ചില കാര്യങ്ങളുള്ളപ്പോഴാണെങ്കിലും വരത്തില്ല എന്നുള്ളതല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും വർഷം തോറും ഏകദേശം ഒരു 4 പ്രാവശ്യം ഞാനിവിടെ വന്ന് നമ്മളെ ഇവിടുത്തെ അച്ഛനമ്മമാരുമായിട്ട് എൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് ആഹാരം കഴിച്ച് പിരിഞ്ഞു പോണ ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മളെ ഈ മതേതര കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ 1980 മുതൽ പല വൃദ്ധസദനത്തിലും സഞ്ചരിക്കുന്നൊരു വ്യക്തി കൂടെയാണ് ഞാൻ. എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ആണ്ടെന്ന് പറയുന്നത് 1980 ഒക്ടോബർ 31 അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇതേപോലുള്ളൊരു പ്രസ്ഥാനം കാണുന്നത്. അന്ന് നമ്മളെ ഈ പഞ്ചായത്ത് തലങ്ങളിലോ ഒന്നും ഇതുപോലെയുള്ള വൃദ്ധസദനങ്ങൾ അന്നില്ല. അന്ന് കൊല്ലത്തേ ഉള്ളായിരുന്നു. കൊല്ലത്ത് മുണ്ടക്കലിലാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് അവിടെ പോയി കാണുന്നത്. അത് എല്ലാ ഭാഷയിലുള്ള ആൾക്കാർ, തമിഴ്, തെലുങ്ക്, ഇങ്ങനെയുള്ള എല്ലാ മലയാളീസ് എല്ലാം മിക്സായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മുണ്ടക്കൽ. അന്ന് അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ആഹാരം വണ്ടിയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വിളമ്പി കൊടുക്കുന്ന ഒരു രീതിയാണ് അന്ന് ആദ്യം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ സംബന്ധിച്ചിടത്തോളം തന്നെ 4 വയോജന കേന്ദ്രം തന്നെ കല്ലുവാതുക്കൽ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അണ്ടറിലെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമുദ്രതീരത്തെ സംബന്ധിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു വയോജന കേന്ദ്രം മാത്രമല്ല, ഇത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള മനുഷ്യന് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഹെൽത്ത്, മെഡിക്കൽ, കണ്ണിൻ്റെ ചികിത്സകൾ, അങ്ങനെ ആതുര രംഗത്തുള്ള എല്ലാ കാര്യങ്ങളും കോർത്തിണക്കി പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനം കൂടെയാണ് സമുദ്രതീരം വയോജന കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മളിവിടെ എല്ലാ മാസത്തിലും അവസാനത്തെ ഞായറാഴ്ച ഇരുന്ന് കണ്ണ് പരിശോധന നടത്തുന്നുണ്ട്. നമ്മളെ ഗവൺമെൻറ് UP സ്കൂളിലാണ് അതിൻ്റെ ക്യാമ്പ് നടത്തുന്നത്. അന്ന് അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ അവിടുന്ന് തന്നെ വണ്ടിയിൽ തിരുനെൽവേലി കൊണ്ടുപോയിട്ട് എല്ലാ ചിലവും വഹിച്ച് അവർക്ക് ഒരു പൈസ ചിലവ് പോലും നടത്താതെ തിരിച്ച് അവരെ കണ്ണ് ശസ്ത്രക്രിയ നടത്തി തിരിച്ചു കൊണ്ടെത്തിക്കുന്നൊരു പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ അച്ഛനമ്മമാരെന്ന് പറഞ്ഞാൽ വീട്ടിൽ കഴിയുന്ന, നമ്മൾക്കൊക്കെ അറിയാം, വേറെ സ്ഥലത്തൊക്കെ ചെന്ന് ഗവൺമെൻറ്റിൻ്റെ കണ്ടറിൽ പ്രവർത്തിക്കുന്ന വയോജന കേന്ദ്രത്തിലൊക്കെ ചെന്ന് കാണുമ്പോൾ നമുക്കറിയാം, ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിനേക്കാളും നല്ല സെറ്റപ്പിൽ കഴിയുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണിത് സമുദ്രതീരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മളെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനും പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അവരെ ഉള്ള പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് കേൾക്കാം. ഞാനെന്നും വന്ന് ഇവിടെ പ്രസംഗിക്കുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്നത്തെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു. തട്ടാമല മധു സ്വാഗതം ആശംസിച്ചു. ഞാൻ ഈ സ്ഥാപനവുമായി കുറച്ച് നാളുകളായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് നമ്മൾ പറയുകയാണെങ്കിൽ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ആ ആപ്തവാക്യത്തിലൂടെ നീങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന മനസ്സിൻ്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയും സമയം നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ ഈ യുഗത്തിലെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും മാറി നമുക്ക് ഇവിടെ താമസിക്കുന്ന അച്ഛനമ്മമാരുമായിട്ട് ഒന്ന് കൂട്ടുകൂടി ഇടപഴകി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി, അതുകൊണ്ട് സ്വതന്ത്രമായ സമയം കിട്ടുമ്പോൾ സമയം നമ്മൾ കണ്ടെത്തി ഇവിടെ വരാറുണ്ട്. അതിന് മറ്റ് കാരണം കൂടിയുണ്ട്. അതും കൂടി ഈ വന്നിരിക്കുന്നവർ അറിഞ്ഞിരിക്കണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഈ പേര് ഇവിടുത്തെ ഇതിൻ്റെ ഈ നടത്തിപ്പ് വ്യക്തിയുടെ പേര് ആദ്യം കേട്ടപ്പോൾ
ഇദ്ദേഹം കേരളീയനാണോ എന്ന് സംശയമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേര് റൂവൽ സിംഗ് എന്നാണ്. അതിനുശേഷം ഞാൻ ചിന്തിച്ചതുപോലെ തന്നെയാണ് ഇവിടെ വന്ന പല വ്യക്തികളും ചിന്തിച്ചത്. അതുകൊണ്ട് ആദ്യം ഈ സ്ഥാപനം, അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിന് വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണിത്. ആ വ്യക്തി താമസിക്കുന്നത് കാവ്യാത്മകമായ ശൈലിയിൽ പറഞ്ഞാൽ ഈ കല്ലുവാതുക്കൽ പ്രദേശത്തിന് ഞാൻ പറയുന്നത് ഈ പാറയിൽ നിന്ന് അനശ്വര പ്രേമം ഊറി വീഴും ഈ തീർത്ഥ സ്ഥലത്ത്, ആ സ്ഥലത്ത് ജനിച്ചു വളർന്ന കൊല്ലത്തുകാരനായ വ്യക്തി തന്നെയാണ് ഈ സ്ഥാപനം നടത്തുന്നത്. പക്ഷെ ഒരു പ്രത്യേകത, ഇവിടെ താമസിക്കുന്ന അച്ഛനമ്മമാരിൽ നിന്നും ഒരു ലാഭേച്ഛ, അവരുടെ വസ്തുക്കളോ അവരുടെ വീടുകളോ ഒന്നും ഈ പ്രസ്ഥാനത്തിൻ്റെയോ ഇത് നടത്തുന്ന റൂവൽ സിംഗിൻ്റെയോ പേരിൽ പോലും എഴുതി വയ്ക്കാതെ, അവരിൽ നിന്ന് ഒന്നും വാങ്ങാതെ നിസ്വാർത്ഥമായ സേവനം നടത്തുന്ന ഒരു പക്ഷേ കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമെന്ന് വേണേൽ നമുക്ക് അവകാശപ്പെടാം. അത് അദ്ദേഹം ചെയ്യുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പൈസകളൊരു വഞ്ചിയിൽ ഇട്ട് വെച്ചിരുന്നു എന്ന് നമുക്ക് വേണേൽ അങ്ങനെയും പറയാം. ആ തരത്തിലുള്ള ഒരു സേവനമാണ്. അതിന് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ നിസ്വാർത്ഥമായ സേവനം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് സമുദ്രതീരം. ഈ അച്ഛനമ്മമാരെല്ലാം ഭാഗ്യം ചെയ്തവരാണെന്ന് കഴിഞ്ഞ കുറച്ച് നാളത്തെ ഇവിടുത്തെ ഇടപെടൽ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ ഇല്ലാത്ത പ്രവർത്തനങ്ങളില്ല. ഞാൻ പോലും ഇന്ന് ഇവിടെ നിന്ന് ഇത്രയുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതൊരു വർക്ക്ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ സരസ്വതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഈ സാംസ്കാരിക മന്ദിരത്തിൽ നടക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇന്ന് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് കൊട്ടിയം കിംസ് ഹോസ്പിറ്റലാണ്. അതും എനിക്ക് ഏറെ സന്തോഷം തരുന്ന ഒന്നാണ്. കാരണം എൻ്റെ വീട്ടിൽ ഈ ഹോസ്പിറ്റലിൽ നിന്നൊരു വരുമാനവും വരുന്നുണ്ട് എല്ലാ മാസവും. എൻ്റെ മകൻ്റെ ഭാര്യ അവിടെ നേഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുകയാണ്. മോളുടെ പേര് വിഷ്ണുപ്രിയ എന്നാണ്. കുട്ടികളുടെ വാർഡിലാണ്, കുട്ടികളുടെ NIS അങ്ങനെ അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയും കൂടി എനിക്കൊരു ആത്മബന്ധം കിംസ് ഹോസ്പിറ്റലുമായിട്ടുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വരാറുണ്ട്. അപ്പം അങ്ങനെയും കൂടി ഒരു സന്തോഷം ഈ അവസരത്തിൽ നിങ്ങളെ അറിയിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട്, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ടും കൂടിയാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം അത്രത്തോളം സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ചില സമയത്തൊക്കെ ഓർക്കാറുണ്ട്, ഈ കരിമണ്ണിൽ കാതോർത്തുറങ്ങുന്ന വിത്തിൻ്റെ കണ്ണ് മുളച്ച് പൊന്തുന്നത് പോലെയാണ് റൂവൽ സിംഗിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് അഭിമാനപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഒരു പ്രവർത്തനങ്ങൾക്കും ഒരു തടസ്സവുമില്ലാതെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി. അതിൽ ഏറ്റവും എനിക്ക് ഈ അടുത്ത സമയത്തുണ്ടായത്, ഒരു മാസം ക്യാമ്പ് നടത്തി കുട്ടികളുടെ. എല്ലാ ദിവസവും പരിപാടിയായിരുന്നു. കേരളത്തിലെ ഒരു വായനശാലയ്ക്ക് പോലും അത് പറ്റത്തില്ല. വേനലവധി സമയത്ത് ചിലർക്ക് ഒരാഴ്ച ക്യാമ്പ് നടത്തും, 10 ദിവസം നടത്തും, 2 ദിവസം നടത്തും. ഇവിടെ ഒരു മാസത്തെ ക്യാമ്പായിരുന്നു. കേരളത്തിലെ പ്രഗത്ഭരായ ആൾക്കാർ വന്ന് ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്ത് ആ കുട്ടികൾ ഇവിടുന്ന് പോകാൻ പോലും മടിയായിരുന്നു.
അത്രയ്ക്ക് വളരെ മനോഹരമായ രീതിയിലൊരു ക്യാമ്പായിരുന്നു ഇവിടെ അവസാനിച്ചത്. അവസാന ദിവസം അവർക്ക് പഠിക്കുവാനുള്ള ബാഗ്, നോട്ട് ബുക്ക്, പേന, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇതെല്ലാം കൊടുത്താണ് വിട്ടത്. ഒരുപക്ഷെ അടുത്ത വർഷം 100 കുട്ടികളായിരിക്കത്തില്ല ഇവിടെ വരുന്നത്. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ട്. കൊല്ലം കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഡോക്ടർ അർജുൻ, ഡോക്ടർ അപ്പു, ഡോക്ടർ വിനയ് കവിരാജ്, ഡോക്ടർ ഭാഗ്യലക്ഷ്മി, ശ്രീലാൽ, കല്ലുവാതുക്കൽ വിജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇനിയൊരു മെഡിക്കൽ ക്യാമ്പിന് വരാനും അതിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അവസരം ഉണ്ടാക്കി തന്ന എല്ലാ ആൾക്കാർക്കും, എനിക്ക് ഓരോ ആൾക്കാരുടെയും പേര് എടുത്തു പറയാനായിട്ട് അറിയത്തില്ല, എല്ലാവർക്കും എൻ്റെ പേരിലും കിംസിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഇതുകൂട്ടൊരു ക്യാമ്പ് അറേഞ്ച് ചെയ്ത് എല്ലാവരെയും കാണാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമുക്ക് നോക്കാം, എല്ലാവരെയും ഒന്ന് പരിശോധിക്കാം. സന്തോഷമുണ്ട് വന്നതിൽ, എല്ലാവരെയും കാണാൻ പറ്റിയതിൽ. താങ്ക് യു. അപ്പോൾ ഇന്ന് ഈ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന് ഇവിടെ ഇന്ന് വന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. മെഡിക്കൽ ക്യാമ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ആ ഒരു സ്റ്റാറ്റസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാനും ആരോഗ്യത്തിൻ്റെ നിലവാരം ഒന്ന് അളക്കാനുമുള്ള ഒരു ഇതാണ്. കിംസ് ഹെൽത്തും അതുപോലെ തന്നെ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റും തമ്മിലൊരു ആദ്യമായിട്ടാണ് ഇവരൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ആ രംഗത്ത് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തിനും അവർ മുന്നിൽ നിൽക്കുന്നു. അതേപോലെ തന്നെയാണ് കിംസ് ഹെൽത്തും കാരുണ്യ മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും മികച്ച സേവനം അവർ പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സേവനം നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പങ്കുചേർന്ന എല്ലാവർക്കും അവരുടെ രോഗങ്ങളെ പറ്റിയുള്ള സംശയങ്ങളോ അതല്ല എന്തെങ്കിലും ടെസ്റ്റിനെ പറ്റിയുള്ള സംശയങ്ങളോ തുടർന്നുള്ള ചികിത്സകൾ ഇതിനെപ്പറ്റിയുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ഞാൻ ഉൾപ്പെടെ വന്ന ഡോക്ടേഴ്സിനോട് നിങ്ങൾക്ക് ചോദിച്ചറിയാം. ഇത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. തുടർന്നുള്ള ചികിത്സകളും നിങ്ങൾ കിംസ് ഹോസ്പിറ്റലിൽ വന്ന് തന്നെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടുത്തെ അച്ഛനമ്മമാരോടെയും സംസാരിക്കാനും അവരെ പരിശോധിക്കാനും ഒക്കെ ഒരവസരമുണ്ടാക്കി തന്ന സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിനും കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിനും ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും ഇതിൻ്റെ സാമ്പത്തിക പരാധീനത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് സ്വാഗത പ്രസംഗകൻ പറയുകയുണ്ടായി. ഏറെ വ്യത്യസ്തമാക്കുന്ന ഒരു വയോജന കേന്ദ്രം എന്നതിന് ഉപരി ഇവിടെ വരുന്ന അശരണരായ വ്യക്തികളെ വീണ്ടും തിരികെ ഏൽപ്പിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് സമുദ്രതീരം ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ അനേകം പേരെ അവരുടെ ബന്ധുമിത്രാദികളെ ഏൽപ്പിച്ച് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് ഏൽപ്പിച്ച ഒരു ചരിത്രമാണ് നമ്മുടെ സമുദ്രതീരത്തിനുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും സമുദ്രതീരത്തിൽ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ കോവിഡ് രോഗം ഇവിടെയൊക്കെ പടരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വലിയ യാത്രയിലായിരുന്നു. എല്ലാ കായലുകളും ഒന്ന് ചുറ്റിക്കാണണമെന്നും അതിലൂടെ യാത്ര ചെയ്യണമെന്നും ബോട്ട് സർവീസ് ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചു. അങ്ങനെ നമ്മുടെ അഞ്ചുതെങ്ങ് കായൽ തൊട്ട് ഇങ്ങോട്ടാണ് തുടങ്ങിയത്. പക്ഷേ വേമ്പനാട്ട് കായലിൽ കടക്കാൻ പറ്റിയില്ല. അഷ്ടമുടി കായൽ കടന്ന് ആലപ്പുഴ എത്തിയപ്പോഴേക്കും കോവിഡിൻ്റെ നിരോധനം വന്നു. അങ്ങനെ മടങ്ങി വരേണ്ടി വന്നു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് വേമ്പനാട്ട് കായലിലെ യാത്രക്കാരനായി. ഇനി 25-ാം തീയതിയും 24-ാം തീയതിയും അവിടെ പോകും ഒരു പ്രോഗ്രാമിന് വേണ്ടി. അപ്പോൾ ഈ കായലുകളും ജലാശയങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് കവിതകൾ എഴുതി ആ സമയത്തിരുന്ന്. അല്ലെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 25-ാമത്തെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് 23-ാമത്തേതാണ് ഈ പുസ്തകം, ഈ കവിത. അപ്പോൾ ഞാനിവിടെ ചൊല്ലാൻ പോകുന്ന കുറച്ച് ധാർമ്മികമായ ഒരു വിഷയം തന്നെ അടങ്ങിയ ഒരു കവിതയാണ്. അതായത് നമ്മുടെ സമീപ പ്രദേശമായ ഇടവാക്കായൽ
ഒരുവിധപ്പെട്ടവർക്കെല്ലാം പരിചിതമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഈ അഷ്ടമുടിയിലേക്കും അഞ്ചുതെങ്ങിലേക്കും ഒന്നും പോകാതെ, അതെല്ലാം ഇതിനകത്തുണ്ട്, ഇടവാക്കായലെടുത്ത് നിങ്ങളെ ചൊല്ലി കേൾപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇടവാക്കായൽ. എത്രയും ചാരത്തൊരു പച്ച നെൽപ്പാടം ചേർന്ന് ഉത്തുംഗ ഹിമാചലം പോലൊരു ഗിരിശൃംഗം. അയിരൂർ ആറത്തുന്നു ദാഹം ശമിപ്പിക്കുവാൻ നടുക്കം സൃഷ്ടിക്കുന്നു കിഴക്ക് തോണിപ്പാറ. എത്രയും ചാരത്തൊരു പച്ച നെൽപ്പാടം ചേർന്ന് ഉത്തുംഗ ഹിമാചലം പോലൊരു ഗിരിശൃംഗം. അയിരൂർ ആറത്തുന്നു ദാഹം ശമിപ്പിക്കുവാൻ നടുക്കം സൃഷ്ടിക്കുന്നു കിഴക്ക് തോണിപ്പാറ. ഇടവാക്കായൽ തീരം വിഹകം വീക്ഷിച്ചാലും ഇടതൂർന്നു നിൽക്കുന്നു സമൃദ്ധം തെങ്ങിൻ തോപ്പ്. ഇടവാക്കായൽ തീരം വിഹകം വീക്ഷിച്ചാലും ഇടതൂർന്നു നിൽക്കുന്നു സമൃദ്ധം തെങ്ങിൻ തോപ്പ്. പടിഞ്ഞാറതിശയം വഴിയും കടലുണ്ട്, അവിടെ പാദം വച്ച് കിടക്കുന്നവൾ കായൽ. ഇടവാക്കായൽ തീരം വിഹകം വീക്ഷിച്ചാലും ഇടതൂർന്നു നിൽക്കുന്നു സമൃദ്ധം തെങ്ങിൻ തോപ്പ്. പടിഞ്ഞാറതിശയം വഴിയും കടലുണ്ട്, അവിടെ പാദം വച്ച് കിടക്കുന്നവൾ കായൽ. നാലുദിക്കിലും നിറ ചാതുര്യം സിദ്ധിക്കയാൽ ആളുകൾക്കാനന്ദത്തിൻ നറുതേനകുന്നിവൾ. നാലുദിക്കിലും നിറ ചാതുര്യം സിദ്ധിക്കയാൽ ആളുകൾക്കാനന്ദത്തിൻ നറുതേനകുന്നിവൾ. മതമൈത്രിയുടെ സംഗമസ്ഥാനത്തൊരു മമത തോന്നും വിധം പാപനാശിനിക്കടൽ. മതമൈത്രിയുടെ സംഗമസ്ഥാനത്തൊരു മമത തോന്നും വിധം പാപനാശിനിക്കടൽ. അകം നിറയെ മർത്യസ്നേഹത്തിൻ ഗുരുവരൻ ശിവഗിരി മഠത്തിൽ സമാധിസ്ഥനാം ദേവൻ. അകം നിറയെ മർത്യസ്നേഹത്തിൻ ഗുരുവരൻ ശിവഗിരി മഠത്തിൽ സമാധിസ്ഥനാം ദേവൻ. ചരിത്ര പ്രസിദ്ധമായി ഒത്തിരി ഐതിഹ്യങ്ങൾ തഴച്ചു വളരുന്നു ബലിതർപ്പണ ഭൂവിൽ. ചരിത്ര പ്രസിദ്ധമായി ഒത്തിരി ഐതിഹ്യങ്ങൾ തഴച്ചു വളരുന്നു ബലിതർപ്പണ ഭൂവിൽ. വൈവിധ്യമെല്ലാം ചേർന്ന സാഗരതീരത്തിൻ്റെ വൈചിത്ര്യമറിയുന്നോർ നിർവാണമടഞ്ഞിടും. ദുഃഖനിവാരണത്താൽ സ്വർഗമായി കരുതുന്നു മോക്ഷം പകർന്നേകുന്ന ദർശനസുഖം കായൽ. ഇടവ കാപ്പിൽ തീരത്തെരിഞ്ഞു നിൽക്കും സൂര്യൻ കടലിൽ മറയുമ്പോൾ പക്ഷികൾ ചേക്കേറുന്നു. ഇടവ കാപ്പിൽ തീരത്തെരിഞ്ഞു നിൽക്കും
സൂര്യൻ കടലിൽ മറയുമ്പോൾ പക്ഷികൾ ചേക്കേറുന്നു. മാമരച്ചില്ലകളിൽ ഉയരെ കുന്നുകളിൽ മനസ്സിൻ തോണിയിലും ഉണ്ടൊരു വെള്ളക്കൊക്ക്. മനസ്സിൻ തോണിയിലും ഉണ്ടൊരു വെള്ളക്കൊക്ക്. നന്ദി, നമസ്കാരം. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം നന്ദി പറഞ്ഞു. കിംസ് ഹോസ്പിറ്റലും സമുദ്രതീരവും കൂട്ടുകുടുംബവുമായി ഇന്ന് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിനപ്പുറം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഡോക്ടേഴ്സ് ഡേയിൽ കിംസ് ഹോസ്പിറ്റലിലെ 4 ഡോക്ടർമാരെ ആദരവ് നൽകുന്നതോടൊപ്പം ഇവിടെ എത്തിച്ചേരുകയും ആ ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്കേറെ സന്തോഷമാണ് അന്ന് മുതൽ. അതിനുശേഷമാണ് ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിക്കാമെന്ന് അറിയിക്കുകയും അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരാമെന്ന് അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഏതാണ്ട് സമുദ്രതീരം കൂട്ടുകുടുംബം മാത്രമല്ല, എൻ്റെ ആരോഗ്യ മേഖലയിൽ 4ഓളം കാര്യങ്ങൾ നമ്മളിന്ന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു വരുന്ന ഒരു പ്രസ്ഥാനമാണ് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ്. നേരത്തെ ഏതാണ്ട് കാര്യങ്ങളെല്ലാം സ്വാഗത പ്രാസംഗികരും മറ്റ് സുഹൃത്തുക്കളും എല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വയോജന കേന്ദ്രം തുടങ്ങിയിട്ട് 6 വർഷമാകാൻ പോകുന്നെങ്കിലും ഏതാണ്ട് 8 വർഷം കൊണ്ട് ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ നേത്ര ചികിത്സാ ക്യാമ്പിലൂടെ കടന്നുപോയത്. 10,000-കണക്കിന് ഓപ്പറേഷനുകൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 4 ജില്ലയിൽ നിന്നാണ് നേത്ര ചികിത്സാ ക്യാമ്പിന് വേണ്ടി 1000-ൽ പുറത്ത് ആളുകൾ വന്നു പോകുന്നത്. എല്ലാ മാസം 300-ൽ പുറത്ത് ഓപ്പറേഷനുകൾ സൗജന്യമായി ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 വർഷം കൊണ്ട് ഏതാണ്ട് സമുദ്രയുടെ ആംബുലൻസ് ഒരാളുടെ കയ്യിൽ നിന്ന് പോലും ഒരു പൈസയും വാങ്ങാതെ എല്ലാ ദിവസവും അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. അതുപോലെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് തുടങ്ങിയ അന്ന് മുതൽ ആ കാഷ്വാലിറ്റിയിൽ സമുദ്രയുടെ ഒരു അലമാര സ്ഥാപിച്ചുകൊണ്ട് അവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചെത്തുന്ന ഒരു വ്യക്തിക്കും അതുപോലെ തന്നെ മരണപ്പെടുന്ന ഓരോരുത്തർക്കും പുതുവസ്ത്രങ്ങൾ അവിടെ അലമാരയിൽ നിറച്ചു വരുന്നു. അതിനോടൊപ്പമാണ് ഈ വയോജന കേന്ദ്രവും ഇവിടെ നടത്തി വരുന്നത്. അങ്ങനെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും സമുദ്ര ചെയ്തു വരുന്നുണ്ട്. എന്താ പരിഗണന മാത്രം നമുക്കുണ്ടാകുന്നില്ല. നമ്മൾ ആരുടെയും പരിഗണന പ്രതീക്ഷിച്ചല്ല ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്തു വരുന്നത്. ഏറെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നിവിടെ കടന്നു പോകുന്നത്. ഞാൻ ഏറെക്കുറെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, ഏതാണ്ട് സമയം ഒരുപാട് പിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഉൾപ്പെടെ യോഗ അധ്യക്ഷൻ, മറ്റ് കിംസ് ഹോസ്പിറ്റലിലെ നഴ്സുമാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ ഒരു മെമ്പർ ഇന്ന് ബാക്കിലോട്ടിരിക്കുക, ഞാൻ ആദ്യം കണ്ടതേ ഉള്ളൂ. സുബി മെമ്പർ ഉൾപ്പെടെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കൊല്ലം കിംസ് ഹോസ്പിറ്റലിന്റെ ജനറൽ മെഡിസിൻ, ഓർത്തോപീഡിക്സ്, ദന്തൽ, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരായ ഡോക്ടർ അർജുൻ, ഡോക്ടർ അപ്പു, ഡോക്ടർ വിനയ് കവിരാജ്, ഡോക്ടർ ഭാഗ്യലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിൽ ക്യാമ്പിൽ പരിശോധന നടത്തി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി BP, ഷുഗർ എന്നിവ പരിശോധിക്കുകയും ലാബ് ടെസ്റ്റുകൾക്ക് 30% ഇളവും നൽകി. സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാരും കുടുംബാംഗങ്ങളും പ്രദേശവാസികളും ഉൾപ്പെടെ 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു.